A+2 സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മുൻപ് ഇതുമായി ബന്ധപ്പെട്ട 2 എപ്പിസോഡുകൾ, ഇന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട 2 എപ്പിസോഡുകൾ അല്ലാതെ ഈ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട 32 എപ്പിസോഡുകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വിശദ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ പ്ലേ ലിസ്റ്റിലെ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് പോവുകയാണെങ്കിൽ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനും അതിൽ നിങ്ങളുടെ സംശയങ്ങൾ അതുവഴി ദൂരീകരിക്കാനും കഴിയും. ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഭൂമി തരംമാറ്റം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയം നിലം അല്ലെങ്കിൽ വയൽ അല്ലെങ്കിൽ പാടം അല്ലെങ്കിൽ നഞ്ച, ഇങ്ങനെ തരം തിരിച്ചിട്ടുള്ള ഭൂമിയിൽ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരമാണ്. ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ സംസ്ഥാന സർക്കാർ വീണ്ടും നൽകിയത് കൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പ്രധാനമായും കൊണ്ടുവരുന്നതും. പലരുടെയും സംശയങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കുകയാണെങ്കിൽ ദൂരീകരിക്കാൻ കഴിയും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും ഈ വീഡിയോ കാണണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഭൂമിയെ വിജ്ഞാപനം ചെയ്യപ്പെട്ട ഭൂമി എന്നും വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്നും 2ആയി തിരിച്ചിട്ടുണ്ട്. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറഞ്ഞാൽ അതിനെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമി എന്നു പറയും. ഈ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത അഥവാ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത നിലം അല്ലെങ്കിൽ പാടം അല്ലെങ്കിൽ വയൽ അല്ലെങ്കിൽ നഞ്ച എന്നീ ഇനത്തിൽപ്പെട്ട സ്ഥലത്ത് ഒരാൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി ഇനി തരംമാറ്റ അനുമതിക്ക് പോകേണ്ടതില്ല. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലർക്കുമുള്ള സംശയമാണ്, ഈ വീട് നിർമ്മിക്കുന്നതിന് പെർമിറ്റിന് അപേക്ഷയുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും സംശയമുള്ള ഒരു കാര്യമായിരുന്നു ഇത്. സംസ്ഥാന സർക്കാർ അതുകൊണ്ടാണ് വീണ്ടും ഒരു ക്ലാരിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിബന്ധനകൾ കൂടി നിങ്ങൾ ആദ്യം അറിയുക. ഇപ്പോൾ ഞാൻ പറയുന്നത് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത അഥവാ ഡേറ്റാ ബാങ്കിൽ വരാത്ത നിലം, അപ്പോൾ നമ്മളെ പ്രമാണത്തിലോ അല്ലെങ്കിൽ BTRലോ നിലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം വിശദീകരിക്കുന്നത്. അതിനുശേഷം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഭൂമിയിൽ വീട് നിർമ്മിക്കുന്ന കാര്യവും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുത് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു വച്ചത്. ഇപ്പോൾ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത നിലം എന്ന ഇനത്തിൽപ്പെട്ട സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ നമ്മൾ ഭൂമി തരംമാറ്റ അനുമതി വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ബാക്കി വിവരങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. 10 സെൻറ്റിൽ 1291.67 ചതുരശ്ര അടിയിൽ വീടും 5 സെൻറ്റിൽ 430.56 ചതുരശ്ര അടി വരെയുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ്ങും നിർമ്മിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള തരംമാറ്റ അനുമതി വേണ്ട എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കണം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം ഒരു വ്യക്തിക്ക് ഒരു പ്രാവശ്യം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും ഓർത്തിരിക്കണം. സ്വന്തമായി വീടില്ലാത്ത അർഹരായ വ്യക്തിക്ക് ഭൂമി ഡേറ്റാ ബാങ്കിൽ പെട്ടതാണെങ്കിലും തണ്ണീർത്തട പരിധിയിലാണെങ്കിലും അവിടെ വീട് പണിയാൻ അനുമതി നൽകും എന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ ആനുകൂല്യവും ഒരു വ്യക്തിക്ക് ഒരു പ്രാവശ്യം മാത്രമേ നൽകുകയുള്ളൂ. ഇനി അറിയേണ്ട ഒരു വിവരം, പഞ്ചായത്തിൽ 10 സെൻറ്റിനും നഗരപ്രദേശങ്ങളിൽ 5 സെൻറ്റിനുമാകും ഇപ്രകാരം
അനുവാദം ലഭിക്കുന്നത് എന്നതും പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 5 സെൻറ്റും ഗ്രാമത്തിൽ 10 സെൻറ്റും വയൽ നികത്തി വീട് വെക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി അപേക്ഷ നൽകുമ്പോൾ ഭൂമി തരം മാറ്റിയ രേഖകൾ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് ഇനി ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ള കർശന താക്കീതും ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുണ്ടായിട്ടും പല ഉദ്യോഗസ്ഥരും അനുമതി വേണം എന്ന് നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ക്ലാരിഫിക്കേഷൻ ഒരിക്കൽ കൂടി സർക്കാർ ആവർത്തിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് കാരണം പല കെട്ടിട നിർമ്മാണങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട്. ആളുകൾ വീണ്ടും ബുദ്ധിമുട്ടി കെട്ടിട നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ കെട്ടിട നിർമ്മാണം ആരംഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ സംസ്ഥാനത്ത് നിരവധി ആയതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് സർക്കാർ ഒരു ഉത്തരവ് കൂടി ഇറക്കിയിട്ടുള്ളത്. അർഹതയുള്ള ലോ റിസ്ക് കെട്ടിടം ആയതുകൊണ്ട് ഇത്തരം അപേക്ഷകൾ പെട്ടെന്ന് തീർപ്പാക്കി നൽകണം എന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് തരം മാറ്റ അനുമതിയുടെ ഫീസ് അടച്ച് തരം മാറ്റ ഉത്തരവ് നേടി അതുമായി പെർമിറ്റിന് വേണ്ടി അപേക്ഷ നൽകണം എന്നുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ പിടിവാശി ഇനി ഉണ്ടാവുകയില്ല. ഇത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രകാരം നിങ്ങൾ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണ പെർമിറ്റിനുള്ള അപേക്ഷ ലോക്കൽ ബോഡികളിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. അതിനോടൊപ്പം ഈ തരം മാറ്റ അനുവാദം കിട്ടിയ രേഖ, RDOയിൽ നിന്നും ലഭിച്ചതായ രേഖ നിങ്ങൾ സമർപ്പിക്കേണ്ടതില്ല എന്നാണ് ഈ എപ്പിസോഡിൽ ചുരുക്കമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഉള്ളത്. ഇനിയും തരം മാറ്റവുമായി ബന്ധപ്പെട്ട വീടിൻ്റെ കാര്യമാണ് നിങ്ങളെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി നേരത്തെ സൂചിപ്പിച്ച മുൻകാല എപ്പിസോഡുകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കാണാൻ താൽപ്പര്യമുള്ളവർ പ്ലേലിസ്റ്റിലെ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് പോയി അത് കാണുന്നത് അവർക്ക് ഏറെ ഗുണപ്രദം ആയിരിക്കുകയും ചെയ്യും. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നന്ദി.